പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ജൂലൈ 2-നാണ് ആരംഭിക്കാനായി പോകുന്നത്. ആദ്യ മത്സരത്തിൽ തോൽവിയേറ്റ് വാങ്ങിയതിന്റെ ക്ഷീണത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ. രണ്ടാം ടെസ്റ്റിന് ഇറങ്ങും മുൻപ് ടീമിൽ സുപ്രധാനമായ 3 മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാണുന്നത്. ടീമിൽ അടിപൊളി അഴിച്ചുപണിക്കായി കോച്ച് ഗൗതം ഗംഭീർ തയ്യാറാകുമ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലും മാറ്റങ്ങൾ പറയുന്നത്. തീർത്തും വിജയം നേടാമായിരുന്ന മത്സരത്തിൽ അപ്രതീക്ഷിതമായാണ് ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയത്. 2 ഇന്നിംഗ്സുകളിലും ബാറ്റിംഗിൽ ടീമിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. ജയ്സ്വാളും KL രാഹുലും ഋഷഭ് പന്തും അടക്കം സെഞ്ചുറി പ്രകടനങ്ങളുമായി കളനിറഞ്ഞപ്പോൾ ബൌളിംഗിൽ ജസ്പ്രീത് ബുംറയെ ടീം ഇന്ത്യ അമിതമായി ആശ്രയിക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യ ടെസ്റ്റിൽ കണ്ടത്. എന്നാൽ രണ്ടാം ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ 3 മാറ്റങ്ങൾ പറയുന്നതിൽ ആദ്യ മാറ്റം രണ്ടാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ കളിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ്. തുടർച്ചയായ മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രണ്ടാം ടെസ്റ്റിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ കഴിഞ്ഞ സീസൺ ബോർഡർ ഗവാസ്കർ ട്രോഫി മത്സരത്തിൽ 5 മത്സരങ്ങളിൽ തുടർച്ചയായി പന്തെറിഞ്ഞ ശേഷമായിരുന്നു നടുവിന് പരിക്കേറ്റ ബുംറയ്ക്ക് പിന്നീടുള്ള മത്സരങ്ങൾ നഷ്ടമായത്. തുടർച്ചയായ മത്സരങ്ങളിൽ പന്തെറിയുക മൂലം അദ്ദേഹത്തിനുണ്ടായേക്കാവുന്ന ജോലിഭാരം കുറയ്ക്കുക എന്നത് തന്നെയാണ് രണ്ടാം മത്സരത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിനുള്ള കാരണമായി ഇവിടെ പറയുന്നത്. ബുംറയ്ക്ക് പകരം സ്ക്വാഡിലുള്ള അർഷ്ദീപ് സിംഗ് ആയിരിക്കും രണ്ടാം ടെസ്റ്റിൽ ടീമിന് വേണ്ടി കളിക്കാനായി എത്തുക. മറ്റൊരു മാറ്റമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഓൾറൗണ്ട് റോളിൽ ഷാർദുൽ ഠാക്കൂറിനെ മാറ്റുന്നതിനെ പറ്റിയാണ്. ബാറ്റിംഗിലും ബോളിംഗിലും വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാനായി അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റുകൾ നേടിയതൊഴിച്ചാൽ തീർത്തും ശരാശരിയിലും താഴെ മാത്രമായിരുന്നു ഷാർദുലിന്റെ പ്രകടനം. അദ്ദേഹത്തിന് പകരം മറ്റൊരു ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിലേക്ക് രണ്ടാം ടെസ്റ്റിനായി ടീം ഇന്ത്യ കളിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ സീസൺ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സെഞ്ചുറി ഉൾപ്പെടെ നേടിയ താരമായിരുന്നു അദ്ദേഹം. ഗംഭീറിന്റെ വിശ്വസ്തൻ കൂടിയായ അദ്ദേഹത്തെ ഷാർദുൽ ഠാക്കൂറിന് പകരം രണ്ടാം ടെസ്റ്റിലേക്ക് ടീമിൽ കണ്ടേക്കാം. അടുത്തൊരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് കരുൺ നായർക്ക് പകരം മറ്റൊരു താരമായ ധ്രുവ് ജുറലിനെ ടീം ഇന്ത്യ കളിപ്പിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ആദ്യ ഇന്നിംഗ്സിൽ നിറങ്ങിപ്പോയ കരുൺ നായർ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച രീതിയിൽ ഒരു തിരിച്ചുവരവിനായി ശ്രമിച്ചിരുന്നു. എന്നാൽ കരുണിനേക്കാളും മികച്ച ഇന്നിംഗ്സുകൾ ധ്രുവ് ജുറലിനെ കളിക്കാനായി സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ ഈ 3 മാറ്റങ്ങളായിരിക്കും ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.